ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളിന്ന് ടൊമാറ്റോ റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന റൈസാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം സവോള നല്ല തിന്നായിട്ട് കട്ട് ചെയ്യുക. പിന്നെ 2 പച്ചമുളകും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ടൊമാറ്റോ ഒരുപാട് വേണ്ട, എന്നാലും ടൊമാറ്റോ റൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറിനനുസരിച്ച് ഒരു 2 എണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, അത് 2 ടേബിൾ സ്പൂൺ എടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള കറി ലീവ്സ് നമുക്ക് എടുക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ചൂടായി വരുമ്പോൾ നമ്മൾ മസാലകളായിട്ടുള്ള ഗ്രാമ്പു, പട്ട, ഏലക്ക, ബേ ലീഫ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വന്നാൽ അതിലോട്ട് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മൂത്ത് വന്നാൽ അതിലോട്ട് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ഒരു 1 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമ്മൾ ചിക്കൻ മസാല ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നാൽ അതിലോട്ട് പുളിയില്ലാത്ത തൈര് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലോട്ട് എടുത്ത തൈര് അത്യാവശ്യം വലിയൊരു സ്പൂണ് തൈര് ആണ്, 2 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഇതിലോട്ട് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന അരി പച്ചരിയാണ്. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ള അരിയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അതിനെ എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അരി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായി ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗ്രേവി ഈ
അരി വറുത്തതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ അരി വറുത്തെടുത്തത് കേട്ടോ. നമ്മൾ ഈ അരി കുക്കറിൽ തന്നെയാണ് കേട്ടോ വറുത്തെടുത്തത്. അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല, അത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പിന്നെ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ സോൾട്ടൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ നോക്കാം. ലാസ്റ്റ് നമ്മൾ 1 ടീസ്പൂൺ നമ്മൾ ഗീ കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു നാരങ്ങയുടെ ഒരു പകുതി അതിലേക്ക് അതിൻ്റെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പച്ചരി ആയതുകൊണ്ട് തന്നെ അധികം വേവില്ല. അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ അരി നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തായത് കൊണ്ട് നമുക്കൊരു വിസിൽ ധാരാളം മതിയാവും. ഇത് എല്ലാവരുടെയും വീട്ടിൽ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റൈസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സലാഡ്, പപ്പട, അച്ചാർ ഇതൊക്കെയാണ് കോമ്പിനേഷനായിട്ട് വരുന്നത്. പിന്നെ ഒരുപാട് കറികൾ ഉണ്ടാക്കി വിഷമിക്കാതെ ഒറ്റ കാര്യത്തിൽ തന്നെ എല്ലാം നടക്കുന്ന റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ടൊമാറ്റോ റൈസ്. ഇഷ്ടമായ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, ബൈ.